കർത്താവ് മനുഷ്യനായി അവതരിച്ചത് ത്രിത്വൈക കൂട്ടായ്മയിലേക്ക് നമ്മെ ചേർക്കാനാണെന്ന് തിരിച്ചറിയണം. അതാണ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ഈശോയുടെ പുരോഹിത പ്രാർത്ഥനയിൽ ഈശോ പ്രാർത്ഥിക്കുന്നത്. പിതാവേ, ഞാനും അങ്ങും ഒന്നായിരിക്കുന്നത് പോലെ അവരും നമ്മിൽ ഒന്നായിരിക്കാൻ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ക്രിസ്മസ് ആഘോഷങ്ങൾ നമ്മുടെ ചാരത്തെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, ദൈവം മനുഷ്യനായത് എന്തിനാണ്? നമ്മെ ദൈവത്തോട് ചേർത്ത് നിർത്താനാണ്. ആ രണ്ടാം ഭാഗം നടക്കുന്നില്ലെങ്കിൽ ഒന്നാം ഭാഗത്തിൻ്റെ അർത്ഥമേ നഷ്ടപ്പെട്ടു പോകും. കർത്താവിലേക്ക് ചേരാനുള്ളവരാണ് നമ്മളെന്ന് തിരിച്ചറിയാം. ഈശോ മിശിഹായി ക്രിസ്തുവായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, വീണ്ടും ഒരു ക്രിസ്മസ് കൂടി കടന്നു വരികയാണല്ലോ. നമ്മൾ ഈശോയ്ക്ക് വഴിയൊരുക്കാൻ വന്ന സ്നാപക യോഹന്നാന്റെ നാമകരണത്തോടെ അദ്ദേഹത്തിന്റെ പിതാവ് സക്രിയായുടെ നാവിന്റെ ബന്ധം അഴിക്കുകയും സക്രിയ ദൈവത്തെ വാഴ്ത്തുകയും ദൈവത്തിന്റെ ജീവിതത്തിൽ ശിക്ഷയും രക്ഷയും ചെയ്ത് കാര്യങ്ങൾക്ക് സക്രിയ നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ മഹത്വപൂർണമായ എന്ന് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 67 മുതൽ 79 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ കഴിയുന്നു. ഈശോ ജനിച്ചപ്പോൾ അവിടെ ഒരു നക്ഷത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് നമ്മുടെ ഭവനങ്ങളിൽ നാം ഒരുപാട് നക്ഷത്രങ്ങൾ തൂക്കാറുണ്ട്. ഒറ്റ നക്ഷത്രം ഉള്ളിടത്താണ് ഈശോ ഉണ്ടെന്ന് പറയപ്പെടുന്നത്. ഒരു നക്ഷത്രം കുറെ നക്ഷത്രം ഉള്ള നമ്മുടെ ഭവനങ്ങളിൽ ഈശോ ഉണ്ടോ എന്ന് നമുക്കൊരു ആത്മപരിശോധന നടത്താം. ഈശോ നമ്മുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിൽ ജനിക്കാൻ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വരുന്ന ക്രിസ്മസ് ഒരുപാട് നന്ദിയുടെയും ദൈവത്തിന്റെ മഹത്വത്തിന്റെ അനുഭവം കൂടിയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.